നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിലെ ലാഭമെടുപ്പ് വിദേശ മാർക്കറ്റുകളെ പിടിച്ചുലച്ചു. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിൽ നിക്ഷേപകർ ലാഭമെടുപ്പിന് കാണിച്ച ഉത്സാഹം ജപ്പാൻ, സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകളെ പിടിച്ചുലച്ചു. അവധി വ്യാപാരത്തിൽ ബാധ്യതകൾ വിറ്റുമാറാൻ രാവിലെ മുതൽ ഇടപാടുകാർ മത്സരിച്ചത് റബ്ബറിൻ്റെ കരുത്ത് ചോർത്തി. അതേസമയം കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ റബ്ബർ കിലോ 231 രൂപയിൽ നിന്ന് 234 രൂപയിലേക്ക് ഉയർന്നത് ഉൽപ്പാദന രാജ്യങ്ങൾക്ക് ആശ്വാസം പകർന്നു. വിദേശ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികൂല വാർത്തകൾക്കിടയിൽ സ്റ്റോക്കിസ്റ്റുകൾ ചരക്ക് വിറ്റുമാറാൻ നടത്തിയ നീക്കങ്ങൾ മൂലം കൊച്ചിയിൽ 4ാം ഗ്രേഡ് ഷീറ്റ് വില ക്വിൻ്റലിന് രാവിലെ 300 രൂപ ഇടിഞ്ഞു 219 രൂപയായി. 5ാം ഗ്രേഡ് 216 രൂപയിൽ വിപണനം നടന്നു. എന്നാൽ അതിനുശേഷം വൈകുന്നേരമായപ്പോഴത്തേക്ക് RSS 4ൻ്റെ വില വീണ്ടും ഉയർന്നു. പിന്നിട്ട ദിവസങ്ങളിലെ വില തകർച്ചയ്ക്ക് ശേഷം നാളികേര ഉൽപ്പന്നങ്ങൾ സ്ഥിരത കൈവരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ദക്ഷിണേന്ത്യയിലെ വൻകിട സ്റ്റോക്കിസ്റ്റുകൾ കൊപ്ര നീക്കം കുറച്ചത് കണ്ട് മില്ലുകാർ ചരക്കിനായി അന്വേഷണങ്ങൾ തുടങ്ങി. കാങ്കേയമടക്കമുള്ള വിപണികളിൽ നിന്നും ആവശ്യക്കാരെത്തിയാൽ ഉൽപ്പന്ന വിലയിൽ തിരിച്ചുവരവിന് സാധ്യത. കൊച്ചി, കോഴിക്കോട് വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങൾ ഇന്ന് സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. തമിഴ്നാട്ടിലും കൊപ്ര വിലയിൽ മാറ്റമില്ല. അതേസമയം തൃശ്ശൂർ മാർക്കറ്റിൽ എണ്ണയ്ക്ക് 300 രൂപയും കൊപ്ര വില 200 രൂപയും കുറഞ്ഞു. കുരുമുളക് കരുത്ത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഉൽപ്പാദകരും മധ്യവർത്തികളും കരുതൽ ശേഖരം വിൽപ്പന നടത്തുന്നതിൽ വരുത്തിയ നിയന്ത്രണം ഉത്തരേന്ത്യൻ വാങ്ങലുകാരെ കുരുമുളക് വിപണിയിലേക്ക് അടുപ്പിക്കുന്നു. എന്നാൽ ശക്തമായ ഒരു വാങ്ങലിനുള്ള നീക്കങ്ങൾ അന്തർ സംസ്ഥാന വാങ്ങലുകാരുടെ ഭാഗത്തുനിന്ന് ദൃശ്യമല്ല. അൺഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 70,000 രൂപയാണ് വില. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. അപ്പോൾ റബ്ബറിന് രാവിലെ ഉച്ചയായപ്പോഴത്തേക്ക് വില ഇച്ചിരി ഇടിഞ്ഞെങ്കിലും വൈകുന്നേരമായപ്പോഴത്തേക്ക് വീണ്ടും വില ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.